ഇവിടുത്തെ വെള്ളം കൂടിയൊരു അവസ്ഥകളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരുന്നത്. ഈ ഒരു കാലവർഷം ശക്തി പ്രാപിച്ചതോട് കൂടി തന്നെ പല ഭാഗത്തും ഇതുപോലെ വെള്ളം കയറിയിട്ടുള്ളൊരു അവസ്ഥയാണ്. കണ്ടില്ലേ, ഇതൊക്കെ ഈ മരങ്ങളൊക്കെ ഏകദേശം പിന്നെ അതിൻ്റെ പകുതി ഭാഗത്തോളം വെള്ളം കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ തോണിയിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തോണിയിൽ കയറിയിട്ടുണ്ട്. ഇനിയൊരു പോക്കാണ്, അങ്ങോട്ട് പോയി നോക്കട്ടെ ഗൈസ്. ഇത് കായലല്ല കേട്ടോ, ഒരുപാട് അപകടം നിറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളം വന്നിട്ടുള്ളതാണ് മലപ്പുറം ജില്ലയിൽ. അപ്പോൾ ഞാൻ ഇന്ന് അവിടേക്കാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമസ്കാരം, പ്രശാന്ത് മണിമേളാണ്. പ്രശാന്ത് മണിമേള യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. ഒരു കിണ്ണം കാച്ചിയ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കുട്ടനാടൻ കായലിൽ നിന്നല്ല കേട്ടോ. കാണുമ്പോൾ ഒരു കുട്ടനാടൻ കായലിൻ്റെ ഫീലാണ്, ഒരു അടിപൊളി വൈബാണ് ഇവിടെ. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ തോണി തുടങ്ങി പോകാനുള്ള പരിപാടിയാണ്. ബാക്കി പോകുമ്പോഴുള്ള ഗംഭീര കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ വീഡിയോ ആരും. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വിടാം. കുറേ കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. നിങ്ങളുടെ പേരെന്തായിരുന്നു കാക്ക? എൻ്റെ പേര് ഋഷാദ്. ആ, നമ്മൾ ഋഷാദൊക്കെയാണ് തോണി തൊഴുന്നത്. പിന്നെ ഒരു വലിയൊരു അനുഭവമാണ് ഇതിൽ. എന്താ പറയുക, നല്ലൊരു ഫീല്. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാടത്തിന് ശരിക്കും ഒരു ചരിത്രം തന്നെ ഉണ്ട്. ചരിത്രം ഉറങ്ങുന്ന ഒരു നാട്ടിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സത്യം പറഞ്ഞാൽ ഈ ഒരു കാലവർഷം ശക്തി പ്രാപിച്ചതോട് കൂടി തന്നെ പല ഭാഗത്തും ഇതുപോലെ വെള്ളം കയറിയിട്ടുള്ളൊരു അവസ്ഥയാണ്. കണ്ടില്ലേ, ഇതൊക്കെ ഈ മരങ്ങളൊക്കെ ഏകദേശം പിന്നെ അതിൻ്റെ പകുതി ഭാഗത്തോളം വെള്ളം കയറിയിട്ടുണ്ട്. ഇത് പിന്നെ ശരിക്കും കണ്ടൽക്കാട്ടിൽ കൂടി പോണ പോലെയാണ് കേട്ടോ. എന്താണെന്നറിയോ കേട്ടോ. എന്തായാലും ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ചെരപ്പുറത്താഴം അല്ലേ? ചെരപ്പുറത്താഴത്ത് പാടാണ്. പാടം 1.5 ആളെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കാഴ്ച ഒരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട, നിങ്ങളുടെ പേരെന്ത്? ഇർഷാദ്. റഷാദക്കയുടെ സുഹൃത്തിൻ്റെ തോണിയാണ്. പുള്ളിക്കാരൻ ഞാൻ കണ്ടുമുട്ടിയപ്പോൾ തന്നെ തോണിയൊക്കെ എടുത്ത് ഇറങ്ങി തിരിച്ചു നമ്മളെ കൂടെ, നമ്മളെ ചാനലിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. പുള്ളി തൊഴുന്നതിന് ഒരു പ്രത്യേക സ്റ്റൈലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അവിടെ ഞാൻ കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഋഷാദ് ഭായ്, ഈ ഒരു പാടത്തിനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എങ്ങനെ ഇവിടെ മീൻപിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ടോ? വെള്ളം വരുന്ന സമയത്ത് മീൻപിടുത്തം ഉണ്ടാവും. ബാക്കിയുള്ള സമയം കൃഷിയാണല്ലേ? അത് ശരി. പിന്നെ എനിക്ക് തോന്നുന്നത് ഇവിടെ പുഴ ഏരിയ ആണെന്ന് തോന്നുന്നു അല്ലേ? കുറച്ചപ്പുറം പുഴയാണ്, അതുകൊണ്ടാണ് ഇവിടെ എത്ര വെള്ളം. പൊതുവെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം ഉണ്ടാവും അല്ലേ? ഗൈസ്, ഈ ഒരു പാടം ഈ ഒരു കായലായി നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഗൈസ്, ശരിക്കും പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പുന്നമട കായലിലൂടെ ഒക്കെ അല്ലേ പോണേ, അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ. എന്താ വൈബ് അറിയോ, ഒരു രക്ഷയില്ല. അടാറ് തോണി യാത്ര. ഈ വെള്ളം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഈ നമ്മുടെ പ്രിയപ്പെട്ട ഋഷാദ് മച്ചാൻ്റെ തോണിയിലുള്ള യാത്രയിലാണ്. നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് കേട്ടോ, അടിപൊളി. 1.5 ആളെ വെള്ളമുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആമ്പൽ അങ്ങനെ ഇപ്പോൾ പോകുന്നും ആയിട്ടില്ലെങ്കിലും ഭയങ്കരമായിട്ട് ആമ്പൽ ഉണ്ടാവുന്ന സ്ഥലമാണ് ഇവിടെ. ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് അല്ലേ അച്ഛനെ? അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിനി പോകുന്നത്. ഗൈസ്, ആമ്പൽ പാടത്തിൽ കൂടിയുള്ള നമ്മളെ തോണി യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ രസം എന്നറിയോ, നല്ല മഴയുണ്ട് കേട്ടോ. മഴ പെയ്യുന്നുണ്ട് ശരിക്ക് അല്ലേ മച്ചനെ? നല്ല മഴയുണ്ട്. പക്ഷെ ഇതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇവിടെ ഒരു ആമ്പല് കാണിക്കട്ടെ ഗൈസ്, ഞാൻ പറിക്കാം. കിട്ടി കണ്ട ഗൈസ്, പൊളിയില്ലേ? ഈ ഏരിയയാണ് ഈ കാണുന്നത് മൊത്തം കേട്ടോ. 2 മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം കളറായിരിക്കും അതുപോലെ. ഇത്രക്കും നല്ല രസമാണ്. ഇത് നേരിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് കാണാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷമുണ്ട്.
നല്ലൊരു അടിപൊളി കാഴ്ചയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം 2 ആളെ വെള്ളം ഉണ്ടാകും ഇവിടെ. അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നല്ല രസമാണ് അവിടെ വെച്ച് തമ്മിൽ. അപ്പോൾ അടിപൊളി പിന്നെ ആമ്പൽ കാഴ്ചകൾ നിങ്ങളെല്ലാവരെയും കാണിക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇനി നമ്മളിങ്ങനെ തിരിച്ച് നമ്മൾ വന്ന വഴിയിലേക്ക് അങ്ങനെ പോവുകയാണ്. പുന്നമടയുടെ തിരകളിലാടും പായൽ പച്ചപ്പിൽ മഞ്ചിത്തുഴയണ ചേലിലിരിക്കും കുഞ്ഞിക്കിളിയാണേ. ദേശാടന പക്ഷികളുണ്ട്. ദേശാടന പക്ഷി അവിടെ വന്നിട്ടുണ്ട്. അതാണ് ദേശാടന പക്ഷി ഗൈസ്. കണ്ടാ, ദേശാടന പക്ഷിയെ നമുക്കൊന്ന് സൂം ചെയ്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. പിന്നെ അതിൻ്റെ മേലെ ഏറുമാടുണ്ട്. ആ ഏറുമാടത്തിലെ കാഴ്ചകൾ പിന്നെ ഞാൻ നേരത്തെ ഏറുമാടത്തു നിന്നൊരു വിഷ്വൽ നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നല്ല കാഴ്ചകൾ നിങ്ങളുമായിട്ട് എനിക്ക് ഇന്ന് കാണിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടല്ലോ മച്ചാനെ അല്ലേ. നമ്മളവിടെ ആമ്പൽപ്പാടം കാണിക്കാൻ പറ്റി. എന്തായാലും ഈ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ, പുള്ളിയുടെ ഒരു ആത്മാർത്ഥതയാണ്, പറയാണ്ടക്കാൻ വയ്യ. കാരണം അങ്ങനെയൊക്കെ നമ്മളെ കാണിക്കാൻ, നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ, പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തോണി യാത്ര ചെയ്യാൻ. അതിനൊരു അവസരം തന്നത് റുഷാദ് ഭായിയാണ്. അപ്പോൾ നിങ്ങളുടെ വീട് എവിടെയാണ്? ഇവിടെ തന്നെ അല്ലേ. അപ്പോൾ പുള്ളിക്കാരൻ വഴിയാണ് ഗായ്സ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഒരുപാട് സന്തോഷം ഗൈസ്. നമ്മളെ തോണിയാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എല്ലാവരും ലൈക്ക് അടിച്ച് ഒന്ന് ഷെയറൊക്കെ ചെയ്യണം. ഇവിടെ നിന്നാണ് ഞങ്ങൾ തോണിയാത്ര ആരംഭിച്ചത്. അപ്പോൾ തോണി ഇപ്പോൾ തിരിച്ചു വന്നിട്ട് നമ്മളെ റുഷാദ് മച്ചൻ അവിടെ കെട്ടുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ഒരു ഏറുമാടമാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഈ പാടത്തിൻ്റെ മനോഹാരിത വളരെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങളെ കാണിക്കാൻ സാധിച്ച ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൻ്റെ താഴത്തേക്ക് ഇതിൻ്റെ നേരെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. അതിലൂടെ താഴോട്ട് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ നേരെ ഈ പാടത്തേക്ക് എത്തുക. ഒരു പ്രത്യേക രസമാണ് കേട്ടോ.